കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറോടും ഉത്തരമേഖല CCF-നോടുമാണ് അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ഈ സംഭവം നടന്നപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറോടും ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഉത്തരമേഖല CCF സോഷ്യൽ ഫോറസ്റ്റിയോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നാട്ടാന പരിപാലന ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ടെലിഫോണിൽ ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു ദുരന്തമാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായത്. 3 പേരുടെ മരണത്തിന് ഈ ക്ഷേത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 2 ആനകൾ തമ്മിൽ ഇടഞ്ഞാണ് പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നു. ആരുടെ ഭാഗത്ത് കുറ്റമായാലും 3 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പറയൂ ദീപക്, മന്ത്രി ഏത് രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ? SKN അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 രീതിയിലുള്ള അന്വേഷണം. ഒന്ന്, ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് നൽകണം. ഇതുകൂടാതെ തന്നെ ഈ നാട്ടാന പരിപാലന നിയമം ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് നിയമങ്ങളുണ്ട്. വനം വകുപ്പിന്റെ കീഴിൽ വരുന്ന വന്യജീവി സംരക്ഷണത്തിന്റെ കീഴിൽ വരുന്ന നിയമങ്ങൾ, ഈ നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളതും മാത്രവുമല്ല ഏത് സാഹചര്യത്തിലാണ് ഈ ആന ഇടയുകയും തുടർന്ന് 3 പേരുടെ മരണവും ഇത്രയും അധികം പേർക്ക് പരുക്കുമുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതിൽ അടിയന്തരമായ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരമേഖല CCF സോഷ്യൽ ഫോറസ്റ്റിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഒന്ന്, ഈ വരവിന്റെ സമയത്ത് അവിടെ ഖജന പൊട്ടുകയാണ്. അത് ഖജന തുടർച്ചയായി പൊട്ടുന്ന സമയത്ത് അതിന്റെ അസ്വസ്ഥതയാണോ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിനിടയാക്കിയത്, ആന ഇടയാൻ? കാരണം ഈ ആനകൾ രണ്ടും കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചതാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണ്. ഇത് രണ്ടും കൂടി കൊമ്പ് കോർക്കുന്നു, ഇടയുന്നു, പിന്നീട് ആകെ ദുരന്തത്തിന്റെ മുഖമാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ ഇതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തിയുള്ള ഒരു കർശന നടപടിക്ക് വേണ്ടിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, ദീപക് ധർമ്മടമാണ് നമുക്കൊപ്പം ചേർന്ന്